ഏതെങ്കിലും ബാപ്പാ ഇന്ന് എപ്പോഴാണ് ഈ പള്ളിയിൽ പോയത്, പള്ളിയിൽ കയറിയത് ചോദിക്കലുണ്ടോ? ചോദിക്കാൻ പേടിയാണ്. അവിടെയാണ് ബാപ്പയുടെ പരാജയം തുടങ്ങിയത്. അവിടെയാണ് ഉമ്മയല്ലാതെയായത്. ഞാൻ പണ്ട് കിതാബ് ഓതിയ കാലത്ത് ഖിയാമത്ത് നാളിന്റെ അടയാളം പഠിച്ചപ്പോ ഒരു ഹദീസ് പഠിച്ചിരുന്നു. എന്താണെന്നറിയോ? ആ ഹദീസ് പറയുന്നത് യജമാനന്മാരെ പ്രസവിക്കുന്ന ഉമ്മമാരുണ്ടാവുന്ന കാലം ഖിയാമത്ത് നാളിന്റെ അടയാള. മനസ്സിലായില്ലേ? യജമാനന്മാര് മനസ്സിലായി നിങ്ങൾക്ക്? മുതലാളിമാരെ പ്രസവിക്കുന്ന അടിമകളുടെ കാലം. ആ കാലത്തല്ലേ നമ്മളുള്ളത് അല്ലേ? ഇന്ന് പെരിലെ യജമാനനാരാ? കുട്ടികളല്ലേ? ബാപ്പിമ്യാണോ? അല്ല, കുട്ടികളാണെന്ന് യജമാനന്മാർ. ഒരു പരിണിങ്ങനെ ആടുകയാണ് നമ്മള്. ആലോചിച്ചു, കുട്ടികൾക്ക് കൊടുക്കേണ്ട വീടിന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കേണ്ട കൃത്യമായ തർബിയത്ത്, കൃത്യമായ സ്നേഹം, കൃത്യമായ പരിചരണം, കൃത്യമായ കെയറിംഗ്, കൃത്യമായി ഏത് രൂപത്തിൽ മക്കളെ പോറ്റി വളർത്തണമെന്ന് ചിന്തിക്കുന്ന ചിന്തയിൽ നിന്ന് ഇന്ന് ബാപ്പയും ഉമ്മയും വിദൂരത്തായിട്ടുണ്ട്. ബാപ്പാന്റെയും ഉമ്മാന്റെയും മൂല്യം ഇന്ന് പേരന്റെ ഉള്ളത്തെ മനസ്സിലാക്കണമെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ കേട്ട ഒരു വാർത്തയുടെ മൂല്യത്തിലേക്ക് കടന്നാ മതി. ബാപ്പിമ്മി നെഞ്ചത്തൊന്ന് കൈവച്ചിട്ട് ചിന്തിക്ക്. കഴിഞ്ഞ ആഴ്ച 2 ദിവസം മുമ്പ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു വാർത്ത കേട്ടു. 9ാം ക്ലാസ്സുകാരൻ 12 പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് അടിമപ്പെടുത്തിയിട്ട് തന്റെ ഇംഗിതത്തിന് വേണ്ടിയിട്ട് ആ 12 കുട്ടികളെയും ഉപയോഗപ്പെടുത്തി. ഒരു പെൺകുട്ടി മാത്രം പുറത്ത് പറഞ്ഞപ്പോ ഇതറിഞ്ഞു. ഇതിലെന്തത്ര അത്ഭുതം എന്നല്ലേ? ആ ഉമ്മയുടെ ഏറ്റവും വലിയ പരാജയമാണത്. ആ ബാപ്പാന്റെ പരാജയമാണത്. എങ്ങനെയെന്നല്ലേ? ഒന്ന് ചിന്തിക്കി. 9ാം ക്ലാസ്സുകാരൻ 12 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് മയക്കുമരുന്ന് കൊടുത്ത് അടിമപ്പെടുത്തുക, ഫ്രീ ആയിട്ട് കൊടുക്കുക. ദിവസങ്ങളോളം, മാസങ്ങളോളം, 1-2 ദിവസമല്ല, മാസങ്ങളോളം കൊടുത്തു. എന്നിട്ട് എന്തുണ്ടായത്? പിന്നെ പണം ആവശ്യപ്പെടാൻ തുടങ്ങി. ഇതിന് അടിമപ്പെട്ടപ്പോ പൈസ കൊടുക്കാനില്ല, എന്നാ ശരീരം കൊണ്ടാ ശരീരം വിൽപ്പന നടത്തി. ബാപ്പിയും കരുതിയത് എന്റെ കുട്ടി മയക്കുമരുന്നിന് അടിമയായിട്ടുള്ളൂ എന്ന് വിചാരിച്ച് റീ അഡിഷൻ സെന്ററിൽ കൊണ്ടുപോയി കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് ശരീരയും വിൽപ്പന നടത്തിയത് ബാപ്പയും ഉമ്മയും തിരിച്ചറിഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടി രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോ 4 മണിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ആ കുട്ടിയുടെ മുഖഭാവം ഉമ്മ കണ്ടിരുന്നെങ്കിൽ ആ കുട്ടി കഞ്ചാവ് വലിച്ച തിരിച്ചറിയില്ലേ? അറിയില്ലേ? ആ കുട്ടിയുടെ മുഖഭാവം നോക്കാൻ പോലും വീടിന്റെ അകത്തളത്തിൽ ഉമ്മാക്ക് നേരല്ല. കുട്ടി വരുമ്പോ ഞമ്മക്ക് ദിമല പണി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികൾ സ്കൂൾ തരുന്ന സമയമാകുമ്പോ ളുഹുറും അസറും കഴിഞ്ഞിട്ട് കുറച്ചേരം ഒന്ന് വെറുതെ ഇരിക്കാണ്. ആ ഇരിക്കുന്ന സമയത്ത് ഞമ്മക്ക് യൂട്യൂബിൽ കേക്ക് ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യല്ലേ? 2 കൊല്ലം മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഓൺലൈൻ ക്ലാസ് സംവിധാനം ഉണ്ടാക്കി, സമസ്ത ഉണ്ടാക്കി, സർക്കാർ ഉണ്ടാക്കി. അമ്പേ പരാജയപ്പെട്ടു. എന്താ കാരണം? നിങ്ങൾ പറയും. എന്താ ഓൺലൈൻ ക്ലാസ്? നമ്മളൊക്കെ പരീക്ഷണത്തിന്റെ ക്ലാസ് ആയിരുന്നു ഓൺലൈൻ ക്ലാസ്. സർക്കാരും സമസ്തയും പരീക്ഷിച്ചു. ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ കുട്ടികൾക്ക് എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് നമ്മൾ പരീക്ഷിച്ചു. ഒരു സയന്റിസ്റ്റ് ആവൽ എങ്ങനെയെന്ന്. ഇന്ന് നമ്മളെ മുമ്പിലിരിക്കുന്ന അമ്മാരൊക്കെ ഉണ്ടല്ലോ, സയന്റിസ്റ്റുകളാണ്. നമ്മൾ ഈ കാണും പോലൊന്നല്ല, പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തിയ ആൾക്കാരാ ഓലൊക്കെ. ഇങ്ങനെയെന്നറിയില്ലേ? നിങ്ങൾ അത്ഭുതപ്പെടണല്ലേ ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞപ്പോ? ഓലൊക്കെ ശാസ്ത്രജ്ഞകളാണ്. നമ്മൾ സ്കൂളിലെ ജൈവശാസ്ത്രം പഠിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിലും കരയിലും, ജീവശാസ്ത്രത്തിൽ പറയുന്നു, വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ജീവികൾ, അവർക്ക് പറയുന്ന പേര് ഉഭയജീവി. തവളയെ പോലുള്ളത് അല്ലേ? പഠിച്ചില്ലേ? എന്നാ ഉഭയ സസ്യത്തെ കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിരുന്നോ?
വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഉഭയസസ്യത്തെ കുറിച്ച് എവിടെയും പഠിച്ചിക്കണോ? ഇല്ല. അത് കണ്ടെത്തിയത് 2021 കൊറോണ വന്നപ്പോഴാ. മനസ്സിലായില്ലേ? വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഉഭയസസ്യമാകുന്നു മണി പ്ലാന്റ്. ഇതെവിടുന്നേ കണ്ടുപിടിച്ച്? കൊറോണ വന്നപ്പോ ഉമ്മാരെ കണ്ടെത്തലായിരുന്നു ഇതൊക്കെ. ഓൺലൈൻ ക്ലാസ് കൃത്യമായി വീട്ടിൽ നടന്നോന്നറിയാന് ആ പേരന്റെ മുറ്റത്തേക്ക് ചെന്നാ മതി. ഒരു വീടിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ നമുക്ക് മനസ്സിലാവും ഇവിടെ 50% ഓൺലൈൻ ക്ലാസ് നടന്നിട്ടുണ്ട്. ഇവര് കണ്ണു കൂക്കണം, എന്താ ഇയാളീ പറയണത്? ഡൈനിങ് ഹാളിൽ കയറിയാൽ മനസ്സിലാവും 75% ഓൺലൈൻ ക്ലാസും ഇവിടെ നടന്നിട്ടുണ്ട്. അടുക്കളയിൽ ചെന്നാ മനസ്സിലാവും 100% ഓൺലൈൻ ക്ലാസും നടന്നിട്ടുണ്ട്. എങ്ങനെയെന്നല്ലേ? മുറ്റത്ത് ചെല്ലുമ്പോ കാണാ ഇമ്മരപ്പടിമലൊക്കെ എംസാനും സിമെന്റും കൂട്ടിക്കുവച്ച ചെടിച്ചട്ടിയാള്. അപ്പൊ മനസ്സിലാവും ഇവിടെ 50% ഓൺലൈൻ ക്ലാസും നടന്നിക്കണ്. ഡൈനിങ് ഹാളിൽ ചെല്ലുമ്പോ കാണാൻ റോട്ടിൽ കിടക്കണ കള്ളും കുപ്പിയാള് മുഴുവൻ പെയിന്റ് അടിച്ചു വെച്ചിക്കണ് ഷോക്കേസിന്റെ ഉള്ളില്. അപ്പൊ മനസ്സിലാവും 75% നടന്നിക്കണ്. അടുക്കളയിൽ ചെല്ലുമ്പോ കേക്ക് ഉണ്ടാക്കണ മെഷീനും കൂടി ഉണ്ടോ? 100% നടന്നിക്കണ്. ഏതോ ഇത്താത്ത ഫ്രിഡ്ജില് തക്കാളി ചെയ്യാതെ വെക്കണ നോക്കിയടക്കായിരുന്നു ബല പണി. കുട്ടികൾക്ക് പഠിപ്പിക്കലല്ല. ഇതാണ് നമ്മുടെ അമ്മാരെ സിസ്റ്റം. ഉമ്മ ഉമ്മയാവണം, ബാപ്പ ബാപ്പയാവണം. നമ്മളാകെ പഠിച്ച പാട്ട് എന്താണെന്നറിയോ? നമ്മളാകെ പഠിച്ച പാട്ട് ഇന്നലെ ഉസ്താദ് വയലറിനെ കേട്ടില്ലേ? കുട്ടികൾ കച്ചറ വെച്ചുമ്പോഴേ കുട്ടികളെ നമ്മള് കച്ചറ കളിക്കുമ്പോ ഇമ്മ ആകെ പഠിച്ച പാട്ട് എന്താണെന്നറിയോ? എനിക്കറിയില്ലേ? ഇന്നലെ ഉസ്താദ് വയലറിന് ഇഞ്ച കാലിലോട്ടില്ല സ്വർഗം മര്യാദിക്കുന്നുണ്ട്. ബാപ്പ സ്വർഗത്തിന്റെ നടുത്ത വാതില മര്യാദ കടന്നുണ്ട്. ഇതേ നമ്മളാകെ പഠിച്ചിട്ടുള്ളൂ. എന്താ അമ്മാന്റെ കാലിന്റെ തൊട്ടത് സ്വർഗം എന്നറിയങ്ങൾക്ക്? ഞമ്മള് അർത്ഥം വെച്ചു കൊടുത്തില്ല പേവാ. ഞമ്മള് കണക്കൂട്ടിയത് ഉമ്മാന്റെ കാലിന്റെ തൊട്ട് സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ മാന്തി നോക്കിയാൽ സ്വർഗം കിട്ടുന്ന. കുട്ടികളോട് പറഞ്ഞ കൈക്കോട്ടും പിക്കാസിയിട്ട് വരുമ്പോ ഒന്ന് മാറിക്ക് ഞാൻ കളച്ചോക്കട്ടെ. ഇതാ കാലം. ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലെ സ്വർഗം അറിയില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒന്ന് പഠിച്ചു വെക്ക്. എന്താണെന്നറിയോ? ഉമ്മയുടെ കാൽപാദം പിന്തുടർന്ന് നടന്നാൽ കുട്ടികൾ എത്തിപ്പെടേണ്ടത് സ്വർഗലോകത്ത്. ഉമ്മാന്റെ കാലിലോട്ട് കൂടെ ഇങ്ങനെ കുട്ടികൾ ആ കാൽപാദം പിന്തുടർന്ന് ഉമ്മയെ റോൾ മോഡലാക്കി നടക്കുമ്പോ എത്തിപ്പെടേണ്ടത് സ്വർഗലോകമാണ്. ബാപ്പയെ റോൾ മോഡലാക്കുന്ന കുട്ടി സ്വർഗത്തിന്റെ നടുവിലത്തെ വാതിലിലൂടെ സ്വർഗലോകത്തിൽ പ്രവേശിക്കണം. പറ്റുമോ? ബാപ്പാക്ക് സ്വർഗത്തിന്റെ വാതിലാകാൻ പറ്റുമോ? ഉമ്മാക്ക് സ്വർഗത്തിന്റെ റോൾ മോഡലാവാൻ പറ്റുമോ? എന്നാൽ നിങ്ങളുടെ കുട്ടികൾ ഞാൻ പറഞ്ഞതിലെ 5%-ലാണ്, 95-ലല്ല. ഇന്ന് 95-ലായതെന്താ? ഉമ്മാനെ റോൾ മോഡലാക്കിയതാ. ഇപ്പൊ ഇങ്ങനെ മാറി കരുതുണ്ടാവും എല്ലാ ഉസ്താവന്മാരും ഞങ്ങളെ കുറ്റം പെടുത്തുന്നുണ്ട്. ഇയാളും വന്നപ്പോ ഞങ്ങളെ മേത്തേക്ക് തന്നെയാണ്. നേരത്തെ ഉസ്താവോട് ഓതി വെച്ചൊരു ഹദീസ് ഉണ്ട്. എന്താണെന്നറിയോ? കുല്ലുക്കും റായി കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി അൽ മർഅതു റായി. ആ പെണ്ണ് ഭരണാധികാരിയാണ്, ബാപ്പയല്ല. പെണ്ണാ ഭരണാധികാരി, അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരി. ഇമ്മയാണ് കുട്ടികളെ നോക്കേണ്ടത്. ഉമർ റളിയല്ലാഹു തആലാന്റെ മുമ്പിൽ വന്നിട്ട് ഉമർ റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കാണ്, ഞാൻ ഏറ്റവും കടപ്പെട്ടത് ആരോട്? 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 പറയ്. ഞങ്ങളോട്. നമ്മൾ കച്ചറുണ്ടാക്കുമ്പോഴേ കച്ചറുണ്ടാക്കുമ്പോ പെണ്ണുങ്ങളാര് പറയും നബി 3 സ്ഥാനം തന്നത് ഞങ്ങൾക്കാണ്. അത് പൗർ നടിക്കാനുള്ളതല്ല, അതിന്റെ മഹത്വം മനസ്സിലാക്കാനുള്ളതാ. ഭർത്താവും ഭാര്യയും തമ്മിൽ സൗന്ദര്യപ്പടക്കം ഉണ്ടാവുമ്പോ നിങ്ങൾ പറയും പോലൊന്നല്ല ഞങ്ങൾക്ക് 3 നബി സ്ഥാനം തന്നിക്കണെന്ന് ഭർത്താവിനോട് അഹങ്കരിക്കാനുള്ളതല്ല. അത് നിങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ളതാ. 3 സ്ഥാനം നിങ്ങൾക്ക് തന്നത്. അവിടെ പറഞ്ഞു 3 സ്ഥാനം കിട്ടാനുള്ള കാരണം കുട്ടികളെ പ്രസവിക്കുന്നത് ഉമ്മയാണ്, കുട്ടികളെ മുലയൂട്ടി വളർത്തുന്നത് ഉമ്മയാണ്, അവർക്ക് വേണ്ട തർബിയത്ത് കൊടുക്കുന്നത് ഉമ്മയാണ്. പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മാര് വളർത്തിയ കുട്ടികൾ ദുനിയാവിൽ വഴി പേച്ചിക്കണോ? പേച്ചിക്കണോ? ഞമ്മള് പറയും, ഞമ്മളിങ്ങനെ പറയും ഉസ്താദെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ കാലഘട്ടത്തെ കുട്ടികൾ അതിന് കിട്ടൂല. പറയില്ലേ? എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാൾ മോശമായിരുന്ന ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് മോശമായ കാലഘട്ടം?
വാർ വയർ വുമൺ 3 ഡബ്ല്യുവിന് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന അധപ്പതിച്ചിരുന്ന സാഹിത്യകാരന്മാർ ഡാർക്ക് ഏജ് ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ച ഒരു കാലം അതിലപ്പുറഞ്ഞില്ല. 2 കബീലകൾ തമ്മിൽ യുദ്ധം ചെയ്യാണ്. എന്തിനാ യുദ്ധം ചെയ്യുന്നത് അറിയില്ല. എന്തിനാ അങ്ങോട്ട് തല്ലൂടുന്നത് അറിയില്ല. നമ്മളെ അലോക്കക്കാർത്തികൾ തല്ലൂടും. എന്തിനാ? കദിസ്താത്ത മീൻ വള്ളം നബിസ്താത്താന്റെ അയലുമക്ക് ചിന്തിന്നും പറഞ്ഞുകാണ്ട്. എന്നാ അന്നത്തെ തൊള്ളത്തല്ലല്ല, വാളെടുത്തിട്ട് യുദ്ധം ചെയ്യുകയാണ്. എത്ര കൊല്ലം പയക്കണ്ടെന്നറിയോ? 600 കൊല്ലം, 700 കൊല്ലം, 800 കൊല്ലം, 1000 വർഷം പയക്കമുള്ള കുടിപ്പക. 2 അയൽവാസികൾ തമ്മിൽ യുദ്ധം ചെയ്യാ. എന്തിനാ നിങ്ങൾ ആക്രമിക്കുന്നത്? ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ പിതാക്കന്മാർ യുദ്ധം ചെയ്തിരുന്നു, ബാപ്പമാർ യുദ്ധം ചെയ്തിരുന്നു, വല്യാപ്പമാർ യുദ്ധം ചെയ്തിരുന്നു, വല്യാപ്പാന്റെ വല്യാപ്പ യുദ്ധം ചെയ്തീനി, അതിന്റെ വല്യാപ്പ യുദ്ധം ചെയ്തീനി. അതങ്ങനെ പോയി 500 കൊല്ലം പഴക്കം. 500 കൊല്ലം മുമ്പ് എന്താ കാരണം? ഓന്റെ ഒട്ടകം എന്റെ മുറ്റത്ത് കാലുത്തീനീൻ. മലപ്പുറത്താരെ ഭാഷയിൽ പറഞ്ഞ കദിസ്താത്താന്റെ കോയി പാത്തുമാത്താന്റെ അയലുമക്ക് പാറീൻ. അതിനാണ് 700 കൊല്ലം യുദ്ധം ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ജന്മം മക്കയിൽ സുബഹിയോടടുത്ത സമയത്തുണ്ടാവുകയാണ്. അഷ്റഫെ വറാ ത്വഹ റസൂലുള്ളാഹി. ഏതാ കാലം? ഏതാ കാലം? വാർ, വയർ, വുമൺ, കണ്ണ്, കള്ള്, പെണ്ണ്, യുദ്ധം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ത്വഹ റസൂലുള്ളാഹി ജനിക്കുന്നത്. ജനിക്കുമ്പോ വാപ്പുണ്ടായിനിയോ? ബാപ്പുണ്ടോ? ഇല്ല. ആരുണ്ടായത്? ഉമ്മ. 6-ാം വയസ്സിൽ അമ്മ മരിക്കണത്. 6-ാം വയസ്സില് ആ കാലഘട്ടത്തില് ആ കുട്ടിയെ വിളിച്ചിരുന്ന പേരെന്താ? നിങ്ങൾ പറയ്. അൽ അമീൻ. എന്താണ്? ഏത് കാലം? ഏത് കാലം? ഇതിനേക്കാൾ മോശമായ കാലം. നമ്മൾ ഇപ്പത്തെ മോശം പറയും അല്ലേ? ഇതിനേക്കാൾ മോശമായ കാലഘട്ടത്തിൽ ആ കുട്ടിയെ വിളിച്ചിരുന്നത് അൽ അമീൻ. 15-ാം വയസ്സിലോ പേര് മാറിയോ? പേര് മാറിയോ? ഇല്ലല്ലോ. 25-ാം വയസ്സിൽ പേര് മാറിയോ? 25 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് ഖദീജത്തുൽ കുബ്ര, ആ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളി, ഏറ്റവും വലിയ പ്രമാണിയായിരുന്ന കച്ചവടക്കാരിയായ ഖലീലയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ കച്ചവട സാധനവുമായി കച്ചവടത്തിന് പോയപ്പോ സത്യസന്ധത തിരിച്ചറിഞ്ഞുകൊണ്ട് ഖദീജ ബിബി പ്രവാചകനെ പെണ്ണാലോചിച്ച് കല്യാണം ആലോചിച്ച് നബിന്റെ കുടുംബത്തിലേക്ക് അങ്ങട്ട് ചെല്ലുകയാണ്. അവിടെയാ പോയിന്റ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ കുട്ടികള് 22-ാം വയസ്സിൽ ഗൾഫിൽ പോയി, 3 കൊല്ലം ഗൾഫിൽ നിന്ന് 25-ാം വയസ്സിൽ പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്ന് 2 കൊല്ലം പെണ്ണെറിഞ്ഞാ കിട്ടുവോ? ഇമ്മാര് വളർത്തിയ കോലാണിതേ. ഇമ്മാര് വളർത്തിയ കോലം ആ 25-ാം വയസ്സിലും അല്ലമീൻ തന്നെയായിരുന്നു. ആരാണ് വളർത്തിയത്? ഉമ്മയാണ് വളർത്തിയത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അമ്മാന്റെ കാലിന്റെ സ്വർഗം വളർത്തുന്നത് പോലെ വളർത്തിയാൽ 6 വയസ്സ് വരെ തർബിയത്ത് കൊടുത്താ മതി. 6 വയസ്സ് വരെ കൃത്യമായി വളർത്തിയാൽ മതി. അതിന്റെ ഉദാഹരണമാണ് 6 വയസ്സ് വരെ ഉമ്മ വളർത്തിയ കുട്ടി ലോകത്തിന്റെ നായകനായത്. അപ്പൊ നമ്മൾ ന്യായീകരിച്ചു, അത് നബിയല്ലേ? നബിയാണ് 40-ാം വയസ്സിലാ. 6-ാം വയസ്സിൽ നബിയല്ല. 15-ാം വയസ്സിൽ നബി ആയിട്ടില്ല. 25-ാം വയസ്സിൽ നബി ആയിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരെ വളർത്തിയത്? ആരാ വളർത്തിയത്? നമ്മൾ പാട്ട് പാടലുണ്ടല്ലോ, കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവാർ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ 3-ാം ക്ലാസ്സിലെ കുട്ടികളോടേക്ക് 3-ാം ക്ലാസ്സിലെ പാടല് അല്ലേ? 3-ാം ക്ലാസ്സിലെ കുട്ടിനെ വിളിച്ചിട്ട് ചോദിക്കുക, മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഒരു അക്രമി സംഘത്തെ, കൊള്ള സംഘത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെ? അവരോട് സത്യം മാത്രം പറഞ്ഞു. സത്യം മാത്രം പറഞ്ഞു. എന്തേ മുഹ്യിദ്ദീൻ ശൈഖ് സത്യം പറയണ്ടായ കാരണം? അപ്പൊ ആ കുട്ടി, 3-ാം ക്ലാസ്സിലെ കുട്ടി പറയും, ഉമ്മ പറഞ്ഞിക്കണ് ഏത് ഘട്ടത്തിലും
സത്യം മാത്രമേ പറയാവൂ. നമ്മളെ കുട്ടികൾ ജനിക്കണതേ ഒക്കെ സത്യത്തിന്റെ മേല. സത്യം മാത്രമേ കുട്ടികൾ പറയുകയും ചെയ്യുള്ളൂ. പിന്നെ അവരെ വിവിധ മേഖലയിലേക്ക് തിരിച്ചുവിടുന്നത് ഉമ്മയും ബാപ്പിയാ. മക്കളെ, പിന്നെ അവരെ വിവിധ മേഖലയിലേക്ക് തിരിച്ചുവിടുന്നത് ഉമ്മയും ബാപ്പയും. സത്യം മാത്രം പറയുന്ന കുട്ടിയെ നുണ പറയാൻ പഠിപ്പിച്ചത് ആരാ? കുട്ടിയോട് സത്യം മാത്രം പറയണമെന്ന് മൊഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഉമ്മ ഉപദേശിച്ചു. ആ ഉപദേശം കുട്ടി കൈക്കൊണ്ടപ്പോഴാണ് ലോകത്തിന്റെ കുത്തുബായി വന്നത്, ഔലിയാക്കന്മാരുടെ കുത്തുബായി വന്നത്. നമ്മളോ സത്യം പറയുന്ന കുട്ടിനെ നുണ പറയാൻ പഠിപ്പിക്കും. എങ്ങനെയെന്നല്ലേ? ഉദാഹരണം പറഞ്ഞുതരാം. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ചെറിയ കുട്ടികളെ വിളിച്ചിട്ടേ നിങ്ങൾ ചോദിച്ചു നോക്കാണ്, കുട്ടികൾ സത്യം പറയുള്ളൂ. പെരന്റെ മുറ്റത്ത് ഒരു കുട്ടി ഇങ്ങനെ കളിച്ചിരിക്കുമ്പോ ആ കുട്ടിയോട് ഞാൻ പോയി ചോദിക്കാം, മോനെ ഉമ്മ എവിടെയെന്ന് ചോദിച്ചാൽ കുട്ടി എന്താ പറയാ? ഉമ്മ ഒത്തുണ്ട് അല്ലേ? ബാപ്പ എവിടെ? ബാപ്പ പണിക്കൊയ്ക്കണ്. ഒരു ഞായറാഴ്ച കുട്ടി മദ്രസക്ക് വന്നില്ല. തിങ്കളാഴ്ച രാവിലെ 1ാം ക്ലാസ് പഠിപ്പിക്കുന്ന ഉസ്താദില്ല ഇവിടെ? 1ാം ക്ലാസ്സിലെ ഉസ്താദ് കുട്ടിനെ വിളിച്ചിട്ട് തിങ്കളാഴ്ച ചോദിക്കുക, എന്തേ മോളെ ഇന്നലെ വരാഞ്ഞത്? അത് ഉസ്താദേ, ഇന്നലെ ഞങ്ങളെ കുടുംബക്കാരെ അമ്മായികളും കുട്ടികളൊക്കെ പാടെ വന്നീനി, ഞങ്ങളൊക്കെ പാടെ കോഴിക്കോട്ടേക്ക് ബീച്ച് കാണാൻ പോയതാണ്. പറയില്ല ഉസ്താദേ? എന്നാ ഞാൻ കുട്ടിന്റെ ഡയറി ഒന്ന് എടുത്ത് നോക്കൊണ്ടിട്ടോ. ഡയറിയിൽ ലീവ് ലെറ്റർ എഴുതി കൊണ്ടുവരാൻ പറയുന്നുണ്ട് നിങ്ങള്. കുട്ടിനോട് ചോദിക്കുക, ഞായറാഴ്ച എന്തേ വരാഞ്ഞത്? കുടുംബക്കാരൊക്കെ പാടെ വന്നപ്പോ കോഴിക്കോട്ടേക്ക് ബീച്ച് കാണാൻ പോയിനി. അത് കേട്ടിട്ട് ഡയറി എടുത്തു നോക്കുക. നല്ല സുന്ദരമായി ഇമ്മ എഴുതിയിട്ടുണ്ടാവും, പ്രിയപ്പെട്ട 1ാം ക്ലാസ്സിലെ ഉസ്താദിന് എന്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ സഹല എന്ന് പറയുന്ന പെൺകുട്ടി ഇന്നലെ ക്ലാസ്സിൽ വരാൻ സാധിച്ചില്ല, കാരണം തലവേദനയായിരുന്നു. ആരെപ്പാ കുട്ടിനെ അറിയാൻ പഠിപ്പിച്ച്? നിങ്ങൾ പറഞ്ഞോളി. മുറ്റത്ത് കളിച്ചിരിക്കുന്ന കുട്ടിയെ വിളിച്ചിട്ട് ഉമ്മ എവിടെയെന്ന് ചോദിച്ചാൽ ഔത്തുണ്ട്. ബാപ്പ എവിടെ?